JCB പിടിച്ചിട്ട് കിട്ടിയില്ല, താഴോട്ട് പോയാൽ കുഴപ്പമില്ലാന്ന് പറയാൻ കാരണം എന്നാന്ന് ചോദിച്ചാല് ഈ കുറ്റി എന്താണേലും മോളിൽ നിന്ന് പറിക്കൽ നടക്കുമല്ലോ, താഴെ നിന്നേ പറിക്കലും പറ്റത്തുള്ളൂ. പക്ഷേ അതിന്റെ ഒരു വലിയൊരു വേല അപ്പുറത്തെ പമ്പിലേക്ക് പോയെങ്കിൽ അമ്മാതിരി തിളക്കോ. വണ്ടി കയറി ഇറങ്ങി വരും, കയറി പോന്ന് ചോദിച്ചാ കയറി വരുമോ ഇറങ്ങി വരുമോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാ വെച്ച് പാടാം. അതിന്റെ കുറെ ദിവസം കൂടി അത് വീഡിയോ എടുക്കുവാണ്. വീഡിയോ എടുക്കാൻ തന്നെ കുറെ ദിവസമായില്ലോ വീഡിയോസ് ഒക്കെ ഇട്ടിട്ട്. ഇനിയിപ്പോ രണ്ട് മൂന്ന് ദിവസമായിട്ട് ഭയങ്കര മഴയാണ്. മഴയെല്ലാം കഴിഞ്ഞ് ഇന്ന് ചെറിയൊരു തെളിച്ചുണ്ട്, അന്നേരം ഒരു വഴിവെട്ടുണ്ട്, വഴിവെട്ടാൻ വേണ്ടി പോവാം. മഴ പെയ്യുമോന്ന് അറിയത്തില്ല, എന്നാലും ഇത് പോയി നോക്കാം. രാവിലെ നല്ല മൂടലാണ്. ഇവിടെ തൊട്ടടുത്ത് തന്നെയാ കേട്ടോ. 2 ദിവസം 3 ദിവസം എന്ന് പറഞ്ഞാൽ ഭയങ്കര മഴയായിരുന്നു. വണ്ടിയെ പുറത്തോട്ടിറക്കാൻ പറ്റിയില്ല കേട്ടോ. രാവിലെ ഒന്ന് പോയി നോക്കുക, മഴ പെയ്തില്ല എന്ന് പണി തീർക്കുവല്ല. എന്നാ സംഭവം എന്ന് ചോദിച്ചാല് കഴിഞ്ഞ ആഴ്ചയൊക്കെ നല്ല പണിയുണ്ടായിരുന്നു. പെട്ടെന്നാണ് മഴ പെയ്തത്. 2-3 ദിവസം പെട്ടെന്ന് മഴ പെയ്തു. എല്ലായിടത്തും തന്നെ മഴയായിരുന്നു. നേരെ സൈഡിലേക്ക് പോയി, സൈഡിൽ കാണാം. ഓക്കെ, ഇതിപ്പോ എങ്ങനെ കൂടുതലൊന്നും പറയുന്നില്ല, നേരെ സൈഡിലോട്ട് പോവാ. അവിടുന്ന് ലെഫ്റ്റിലേക്ക് ഉള്ള വഴിക്കാണ് പോകാനുള്ളത്, ഈ ചെറിയ വഴിക്ക്. അതൊക്കെ അങ്ങോട്ട് തിരിക. വീട് വഴിയാണ്, നിറച്ച് വീടുകളാണ് ഇവിടെ. വീടുകളിൽ തന്നെ വഴിക്കടയില്ല, ലൈനും മറ്റു സംഭവമൊക്കെ ഉണ്ട് ഇവിടെ. ഈ വഴിക്ക് കുറച്ചങ്ങോട്ട് പോയി കഴിയുമ്പം ഇടത്തേക്ക് വേറൊരു വഴിയുണ്ട്, ആ വഴിക്കാണ് പിന്നെ പോകാനുള്ളത്. മൊത്തം ലൈനായി വഴിക്ക്. ഈ വഴിക്ക് നമ്മൾ സ്ഥിരം ഓട്ടം വരാനുള്ള കേട്ടോ. അടുത്ത് തന്നെയുള്ള സൈറ്റാ. പൈപ്പ്, കണാകണ, ലൈന്, മരങ്ങള് മൊത്തം വിഷയമാണ്. എല്ലാ ദിവസവും വീഡിയോ ഇടണം എന്നൊക്കെ ഓർത്ത് വീഡിയോ എടുക്കാന്നൊക്കെ ഓർക്കും. പക്ഷെ വീഡിയോ എടുക്കാൻ പിന്നെ സാധിക്കാതെ വരും, അതാ കേട്ടോ വീഡിയോ എടുക്കാതെ വരും. അങ്ങനെ സപ്പോർട്ട് എല്ലാവരും ഉണ്ടാണ് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇവിടുന്ന് എടുത്തോട്ടാ വന്ന, കാണാൻ പറ്റുന്നില്ല, ഊപ്പിട്ട് ഇരുട്ടാ, ഇരുട്ട് ഊടാ. ഞാനിവിടെ വന്നിട്ടുണ്ട്, ഒരു ചേട്ടൻ ഇറങ്ങി വരുന്നില്ല, അതായിരിക്കണം. എന്നാലും ഇവിടെ നിർത്തിയിട്ട് ചോദിക്കാം. ഒരാള് ഇപ്പൊ അവിടുന്ന് താഴെയായിട്ട് ഇറങ്ങിയിട്ട് അവിടുന്ന് മുകളിലേക്ക് കയറി വരാൻ വേണ്ടിയാ. 2-3 കുറ്റി പറിച്ചു കഴിഞ്ഞാൽ വഴിവെട്ട് തീരുവാ. ചെറിയൊരു വഴിവെട്ടേ ഉള്ളൂ. അതൊക്കെ അങ്ങോട്ട് പോവാം. മഴ പെയ്യുന്നതിന് മുമ്പേ തീർക്കാൻ പറ്റുമായിരിക്കണം, നോക്കാവുന്നു. ഇവിടെ ഒരു മായയുടെ മരം ഇവിടെ കൊണ്ട് തട്ടിയിട്ടുണ്ട്. അന്നേരം ഇന്ന് എടുത്ത് മാറ്റിയിട്ട് വേണം വണ്ടി തിരിഞ്ഞ് ഇന്ന് പണി തുടങ്ങാൻ. ഇപ്പൊ കാണാതെ കാല് പിടിച്ച തലങ്ങളാമത്ത്. ഈ തടി അങ്ങോട്ട് മാറ്റിയിട്ട് വണ്ടി തിരിഞ്ഞ് ഇന്ന് അങ്ങോട്ട് കയറിയിട്ട് അവിടെ ഒരു കുറ്റിയുണ്ട്, ആ കുറ്റി പറിച്ചിട്ട് വേണം അങ്ങോട്ട് കയറാൻ. 2-3 കുറ്റിയുണ്ട്. ആ കുറ്റി പറിച്ചു കഴിഞ്ഞാൽ പിന്നെ പണിയൊന്നും ഇല്ല. കുറ്റി പറിച്ചു കഴിഞ്ഞാൽ പിന്നെ മണ്ണ് മാറ്റാനുള്ളതേ ഉള്ളൂ. കുറ്റി പറിച്ച് അങ്ങോട്ട് കയറുക എന്നുള്ളതേ ഉള്ളൂ. ആദ്യം ഈ കുറ്റി പറിക്കണം. ഒരു മാനയുടെ വലിയൊരു കുറ്റിയുണ്ട് ഇവിടെ കേട്ടോ. ഈ കുറ്റി പറിച്ച ഒരു ആഞ്ഞിലി കുറ്റിയുണ്ട്, അതെല്ലാം പറിച്ചു വേണം മുകളിലേക്ക് കയറാൻ. മഴ പെയ്തെങ്കിലും നല്ല നനവുണ്ട് കേട്ടോ അവിടെ. നനവ് മഴ പെയ്തെങ്കിലും വലിയ നനവ് കുറവാ. വലിയ ചെളിയാകാൻ ചാൻസ് ഇല്ല. മഴ ചാറായിരുന്നാ മതി. മഴ ആറിയാ പോയെന്ന് കൂട്ടിയാൽ മതി. ഇപ്പൊ കുറ്റി വരച്ച് ജസ്റ്റ് മുകളിലേക്കൊന്ന് കയറുക. കയറിയിട്ട് അവിടെ നിന്ന് സ്ലോപ്പാക്കി ഇറങ്ങി വരുന്നേ നടപടിയുള്ളൂ. തള്ളി ഇറക്കുന്നതൊന്നും പരിപാടി നടക്കുന്ന കേസല്ല.
ഇപ്പൊ അങ്ങോട്ട് വണ്ടി കയറിയ പിന്നെ ഇങ്ങോട്ട് ഇറങ്ങി വരാത്ത അവസ്ഥയാണ്. ആ മരത്തിന്റെ മെയിൻ കുറ്റി വേര് പറഞ്ഞു പോകുന്നു കേട്ടോ. കാണുന്ന അതിര് പൊളിക്കാതെ വേണം ഈ കുറ്റി പറിക്കാൻ, അല്ലെ പിന്നെ എനിക്കിന്ന് പോക്കണ്ടാവുമല്ലോ. ആദ്യത്തെ കുറ്റി ഏകദേശം 90% പറിച്ചു കഴിഞ്ഞു കേട്ടോ. അതിന്റെ മെയിൻ ഭാഗം മാത്രം പോകുന്നു. എന്നാ സംഭവം ചോദിച്ചാല് ഈ കുറ്റി ഉള്ളതുകൊണ്ട് ഇവരവിടെ അളവൊക്കെ വെച്ചിട്ടുണ്ട്, വഴിയുടെ വീതിയൊക്കെ. അപ്പൊ ആ കറക്റ്റ് വീതിക്കൊന്നും വെട്ടിപ്പോ കിടക്കത്തില്ല. എന്താ വെച്ചാൽ കുറ്റി പറിക്കുമ്പോ അവിടെ ഇവിടെയെല്ലാം മാറ്റേണ്ടി വരും. അങ്ങനെ മാറ്റി കഴിയുമ്പം ഒരു അളവ് വെച്ചൊക്കെ പോവും. പിന്നെ നമ്മുടെ ഒരു അളവിന് മാറ്റി വെട്ടിയെടുക്കാന്നേ ഉള്ളൂ. ഇതെന്നാന്ന് ചോദിച്ചാല് മോളിൽ നിന്ന് ഇറങ്ങി വരും, മോളിൽ നിന്ന് വെട്ടി ഇറങ്ങി വരേണ്ട സാഹചര്യമായിരുന്നു പണി പാടിയാലും. എന്നാ വെച്ചാൽ ഈ കുറ്റിപ്പറി നടക്കത്തൊന്നുമില്ല, ഈ നനഞ്ഞ് കിടക്കുന്നതുകൊണ്ട് മോളിൽ നിന്ന് വണ്ടി നിൽക്കത്തുമില്ല. ഇപ്പൊ താഴേന്ന് വെട്ടി ഇറങ്ങാൻ, താഴേന്ന് വെട്ടി മേളിലേക്ക് കയറാൻ വരുന്നതുകൊണ്ട് രക്ഷപ്പെട്ടെന്ന് പറയാം. അപ്പൊ ജസ്റ്റ് വണ്ടി കൊണ്ട് കയറി പോകുന്ന രീതിയിൽ മാത്രം മണ്ണെടുത്ത് മാറ്റുന്നു. അത് കഴിഞ്ഞ് താഴേക്ക് ഇറങ്ങി വരുമ്പോ ലെവൽ ചെയ്ത് ഇറങ്ങിപ്പോയിരുന്നു. അതാ ഇപ്പൊ ചെയ്യുന്നത്. അതേ ഇപ്പൊ നടപടിയേ ഉള്ളൂ. എല്ലാ സാഹചര്യവും നോക്കാം. എന്റെ താഴെ നിന്ന് ഇറങ്ങി വന്നിട്ട് ഇവിടുന്ന് മണ്ണ് കോരി സൈഡിലേക്ക് മറിക്കുവോ ലെവലാക്കുകയോ ചെയ്യാം. അപ്പൊ വണ്ടി ജസ്റ്റ് ഒന്ന് കയറിപ്പോ ഇവിടെ വിടുന്ന് ലെവലാക്കിയപ്പോഴേക്കാൻ ഞാൻ കുറ്റി പറിക്കുമ്പോൾ എന്നാലും കുളമാകും. നല്ല കയറ്റോ. മുകളിലേക്ക് കയറട്ടെ. ഇവിടെ അവിടെ ഇവിടെ എല്ലാം ചെറിയ കുറ്റികളും ഉണ്ട് കേട്ടോ, വലിയ കുറ്റി പോരാതെ. മറ്റേ ഏത് കുറ്റിയും പെട്ടെന്ന് പറിച്ചെടുക്കാൻ പറ്റും. പക്ഷെ ഈ ആഞ്ഞിലിക്കുറ്റി കേട്ടോ, ആഞ്ഞിലിക്കുറ്റി എന്ന് പറഞ്ഞ സാധനം വഴുവഴാൻ നിൽക്കും, വള്ളി പോലെ വള്ളിക്കെട്ടാ ലാസ്റ്റ്. ഈ കുറ്റിയെ പിടിച്ചുകൊണ്ട് കയറാം. ഈ കുറ്റിയുടെ ഒരു കമ്പ് അങ്ങ് പറമ്പിലാണ്. അതെങ്ങനെ മുറിച്ചെടുത്ത് വേണം ആ കുറ്റി പറിക്കാൻ. രണ്ട് മൂന്ന് കുറ്റി അടുപ്പിച്ച് നിൽക്കുക. ഇതും വലിയ വലിയ കുറ്റികളാണ്. ഈ സാധനം പറിച്ചാലേ ഇപ്പൊ ഇനി മുകളിലേക്ക് വന്ന് നടക്കത്തു. ഇത് അതിലായിട്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി കഴിഞ്ഞാൽ ഒരു പ്രശ്നമാണ്. അപ്പുറത്തെ പറമ്പിലേക്കൊക്കെ കയറി ഈ വേര് കിടക്കുന്നുണ്ടല്ലോ. സത്യംബറാണെങ്കിൽ അതിനെ കൊണ്ടുപോയി ഒരു സാധനം നട്ടു വെച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു ഇങ്ങനെ വലിയ വലിയ മരങ്ങളൊന്നും. ലാസ്റ്റ് അത് മറിക്കുമ്പോ പ്രശ്നമായി, അതിന് മാന്തലായി, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരും. വലിയ വലിയ മരങ്ങളൊക്കെ നടന്ന് നമ്മുടെ പറമ്പിൽ ഒതുങ്ങാവുന്ന രീതിയിൽ നടാവുള്ളൂ. അതിനെ പെട്ടെന്ന് മാറ്റാവുന്നോ അല്ലെങ്കിൽ അവയുള്ള മരങ്ങളെ നടാവുള്ളൂ. എല്ലാവരും അതിന് മാന്തേണ്ട അവസ്ഥ വരെയുള്ളൂ ലാസ്റ്റ്. ആരോട് പറയാൻ? നമ്മൾ ചിലപ്പോൾ 1-2 മണിക്കൂറിനായിരിക്കും ഇവിടെ വരുന്നത്. നമ്മൾ അതിന് മാറ്റി എന്നുള്ള പേരാവും. ചെറിയ കേൾക്കുന്നത് നമ്മള്. തടി വെട്ടിയത് ആര്? തടി വെച്ച് കാഞ്ഞു മേടിച്ചത് തയ്ച്ചുകാരൻ. വല്ലവന്റെ അതിന് മാറ്റി നമ്മള് ചെറിയ കേട്ടതും. നമ്മളിങ്ങനെയുള്ള അതിനെ കൊണ്ടുപോയി പരമാവധി ഇതുപോലുള്ള വലിയ മരങ്ങളൊക്കെ നട്ടാനുള്ള പ്രശ്നം ഇതാണ്. മറ്റവന്റെ കയ്യാലെ പോവും. അതൊക്കെയാ പ്രശ്നങ്ങൾ. അതിനൊന്നും ഒരു കുറ്റിയുടെ പറിച്ചു. ഇനി ഒരു 6 കുറ്റികളുണ്ട് കേട്ടോ.
അതോടെ പറിക്കാം. ഓക്കെ, കുറ്റി ഇവിടെ എന്താ പറി കിടക്കത്തില്ലേ, കുറച്ചുകൂടെ മുകളിലേക്ക് ഇട്ടാൽ വലിയ കുറ്റി അടക്കം പറിച്ചു പോയാൽ ഇത് പറിക്കാൻ പറ്റത്തുള്ളൂ കേട്ടോ. അവിടെ 2 ആഞ്ഞിലി ഇപ്പുണ്ട്. ഈ 2 ആഞ്ഞിലി വീട്ടിലാണ് ഈ കുറ്റി 2 നിൽക്കുന്നത് വലിയത്. കുറച്ചുകൂടെ മുകളിലേക്ക് കയറി നിൽക്കാം. ഇന്നലെ വരാമെന്ന് ഓർത്തിരുന്നത്, ഇന്നലെ വരുമായിരുന്നു, ഒരു പരിപാടി നടക്കത്തില്ല. ചെളിക്കുളമായല്ലേ, ഇപ്പൊ തന്നെ വണ്ടി ഓടുന്നില്ല. അതുപോലെ ഇറക്കാം. ആ വലിയ കുറ്റി പറിച്ചിട്ട് കഴിഞ്ഞാൽ തീർന്നു. പിന്നെ മുകളിലേക്ക് കയറി സ്ലോപ്പാക്കി പോന്നാൽ മതി. ഇതിനകത്തെ ടാസ്ക് എന്ന് പറഞ്ഞാൽ ഈ കുറ്റി പറിക്കാന്നുള്ള കേട്ടോ. പിന്നെ ഇവര് ഈ പെരുമഴത്ത് ഈ വഴി വെട്ടാൻ കാണിച്ച മനസ്സ് നമുക്ക് അംഗീകരിച്ച് കൊടുക്കേണ്ടി വരും കേട്ടോ. ഇത്രയും നാള് ഭയങ്കര വെയിലുള്ള സമയത്തൊക്കെ വെട്ടിയിട്ട് വരുന്നത് കുറ്റിയാട്ടല്ല. ഇപ്പൊ ഈ മണ്ണ് മൊത്തം ഇളവ് വരും ഈ കുറ്റി പറിക്കുമ്പോ. ഈ മണ്ണ് മൊത്തം ഇളകിയിട്ട് താഴത്തെ പറമ്പിൽ ചെല്ലും മഴ പെയ്യുമ്പോ. ഈ കുറ്റിയുടെ അന്തവും ഒന്നും ഇല്ല കഴിക്കുന്നത്. എവിടെയാ ഇതിന്റെ വേരെന്നോ ഒന്നും ഒരു പിടുത്തമില്ല. ഏതൊരു ഭാഗം പറഞ്ഞു പോന്നാല് ഇതിപ്പം എവിടുന്നേലും ഒന്ന് പിടിക്കാൻ പറ്റത്തുള്ളൂ. ചെറുതായിട്ട് മഴ ചാറുന്നുണ്ടോന്നൊരു സംശയം. ചെറിയ തൊള്ളിയൊക്കെ വന്ന് കാണാം. ഇപ്പം കഴിച്ചാലാണ് വളരെ ആകാംക്ഷയോടെ നോക്കിയപ്പോട്ടോ കേട്ടോ. ഇത് എന്നെ ആവുന്നതായിരിക്കും. ഈ കുറ്റിയുടെ വലിയൊരു വേര് അപ്പുറത്തെ പറമ്പിലേക്കാണ് പോയേക്കുന്നത്. ആ പറമ്പിൽ നിന്ന് അവരുടെ വീട്ടു വരെ ചെന്ന് കാണും. ചിലപ്പോൾ ആഞ്ഞിലിയുടെ കുറ്റിയായതുകൊണ്ട്, ആഞ്ഞിലിയുടെ വേരായതുകൊണ്ടൊന്നും പറയാൻ പറ്റത്തില്ല. പാമ്പ് പോലെ നീണ്ടു കിടക്കുമല്ലേ. കയറി നിൽക്കാം. ഇവിടെ ഒന്നും വലിച്ചിട്ട് ഒരു രക്ഷയില്ല കേട്ടോ. ഈ കുറ്റി എന്താണേലും മോളിൽ നിന്ന് പറിക്കാൻ നടക്കുമല്ലോ, താഴെ നിന്നേ പറിക്കാനും പറ്റത്തുള്ളൂ. പക്ഷെ അതിന്റെ ഒരു വലിയൊരു വേല അപ്പുറത്തെ പമ്പിലേക്ക് പോയേക്കും. അതെങ്ങനെ ആക്കി എടുക്കുമെന്ന് ഒരു പിടുത്തമില്ല. ലെവല് വഴി വെക്കാനുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ ഇച്ചിരി താത്തി എടുത്താലും ലെവലാക്കി കൊടുത്താൽ ഇത് ഇറക്കമായിട്ട് നമ്മൾ എന്നെ കാണിച്ചു തന്നാലും അത് ഇളകി തന്നെ കിടക്കും, ഉറക്കത്തില്ല. ഇത് വണ്ടി ഓടിക്കേറി വരാം നനവൂടെ ഉള്ളതുകൊണ്ട്. അതാണ് ഇതിലുള്ള പ്രശ്നം. ഇതിപ്പോൾ ഈ കുറ്റി വരയ്ക്കുമ്പോൾ ഇവിടെ ഒരു ആഞ്ഞിലി നിൽപ്പുണ്ട്. ആഞ്ഞിലിയുടെ കൂടെ പോരാൻ ചാൻസ് ഉണ്ട്. അതുപോലാണ് ഇതിന്റെ കിടപ്പ് വശം. ഇതിന്റെ കുറ്റിയുടെ ഒരു വേര് പറിച്ചു കേട്ടോ. അതിലുള്ള പറിച്ചിട്ട് തന്നെ മുറിച്ചെടുത്തു. അതിപ്പോ പറിച്ചു കഴിഞ്ഞാല് ആ കയ്യാല മൊത്തം പൊളിഞ്ഞു പോരും. ഇതൊരു ഐഡിയ ഇല്ലാതെ ഈ കുറ്റിയുടെ വേരൊക്കെ പോയേക്കും. നമുക്കൊരു ഐഡിയ കിട്ടുന്നു എങ്ങോട്ടൊക്കെയാ പോയേക്കുന്നത്. അമ്മാതിരിയാ നിൽക്കുന്നത്. അതാണ് ഇത് പറിച്ചാലും വലിച്ചാലും പോരത്തില്ല. സ്ഥലത്ത് നിൽക്കുന്നവർക്ക് ഓരോർക്കും ഇതെന്താ കാണിക്കുന്നത്. ഒരു ആദ്യം താത്താണ് സാഹചര്യം എടുക്കുന്നത്. ആ ഒരു വേലയിലാണ് നമ്മുടെ പണിയിരിക്കുന്നത്. ആ വേര് വലിച്ചു പറിച്ചെടുക്കാൻ പറ്റില്ല, അത് കീറിയെടുക്കാൻ പറ്റുമെന്ന് നോട്ടെ. അത് കീറിപ്പോരുവാണേലും മതി, അല്ല ഇത് പോരത്തില്ല. പുതിയ ചീത്തല്ല ഇപ്പൊ ചീത്തടിച്ചു പോയാട്ടോ. പഴയ ചീത്ത ധൈര്യമായിട്ട് പിടിക്കുന്നത്. ഒരു രക്ഷയില്ല ഈ സാധനം. കുറച്ചേരമായിട്ട് തുടങ്ങിയിട്ട് അതൊരു ഭാഗം പോന്നു. ഒരു ഭാഗം പോന്നു കുറ്റിയുടെ.
ഒരു പിടുത്തം പിടിച്ചു കഴിഞ്ഞാൽ ഓരോ നോക്കട്ടെ. ഒരനക്കോ ഇല്ല. പല്ലൊക്കെ ഇളകുന്നല്ലേ, ഇളകുന്നുണ്ടെന്നല്ല, അതെ ഇതൊന്നും പറഞ്ഞു പോരുന്നില്ല. ആ കുറ്റി പറിച്ചു കേട്ടോ, പറഞ്ഞു പോന്നു. കുറേ നേരത്തെ പണിക്കൊടുവില് അതിന്റെ വേരെല്ലാം ഒരു വിധത്തിൽ മുറിച്ചെടുത്തു. ആ കുറ്റിയോട് പറഞ്ഞു. ഇനി ഒരു കുറ്റിയുടെ ഉണ്ടോ അതിന്റെ സൈഡിൽ തന്നെ. ഇപ്പം വലിച്ചിങ്ങോട്ടെങ്ങാനും വെക്കാം. കാര്യം ചെറിയ കുറ്റിയായിരുന്നു, ഭയങ്കര വേലായിരുന്നു കേട്ടോ. ഇതുപോലെ തന്നെ ചെറിയൊരു കുറ്റി സൈഡിൽ കൂടെ നിൽപ്പുണ്ട്. അതോടെ കുറച്ച് കഴിഞ്ഞാല് വണ്ടി അങ്ങോട്ട് കയറി പോകത്തുള്ളൂ. ഇതാണ് സാധനം. ആൾക്കാരോട് താഴെ നോക്കിയിപ്പല്ലോ കേട്ടോ. ഒരു കുറ്റിയുടെ ഉണ്ട്. ഈ കുറ്റിയോടെ പറിച്ചാല് വണ്ടി അങ്ങോട്ട് കയറ്റാം. ഈ കുറ്റി പറിക്കുമ്പോൾ ഉള്ള പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ ഈ ആഞ്ഞിലി പോരുമോ എന്നൊരു പേടിയുണ്ട്. അത് ആഞ്ഞിലിയോട് ചേർന്നാണ് നിൽക്കുന്നത്. ഇതുപോലെ സ്റ്റീപ്പായിട്ട് കിടക്കുന്ന സ്ഥലമായതുകൊണ്ട് ആഞ്ഞിലിക്ക് പിടുത്തോണ്ടോ എന്ന് പറയാൻ പറ്റുമല്ലോ. അതിങ്ങനെ ചീന്തി എടുക്കുക. അതിന്റെ പേര് കിട്ടുന്നത്രയും ചീന്തി എടുക്കാം. എന്നിട്ട് അത് ഓടിക്കാൻ പറ്റുമെങ്കിൽ ഓടിക്കാം. അതൊക്കെ നടപടിയേ ഉള്ളൂ ഇപ്പോ. നിങ്ങൾ ചാനല് സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. പിന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. ഇതൊക്കെ വലിയ പ്രയാസം ചെയ്യാവുന്ന കാര്യങ്ങളല്ലേ ഉള്ളൂ. ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. നമുക്കിതൊക്കെ ചെയ്യാൻ നിങ്ങൾക്ക് പിന്നെ അതാണ് ചെയ്യാൻ പറ്റില്ല. മനുഷ്യന്റെ ഇടപാട് തീരുന്നു കുറ്റിയെ പിടിക്കും. പറഞ്ഞു വരണ്ട ഇതാണ്. ഈ ഒടുക്കത്തെ പറ്റി ഒരു സഹകരണം ഇല്ല കേട്ടോ നമ്മളുമായിട്ട്. ഇത് പിടിക്കുന്നതോടെ തന്നെ വരുന്നത്. പിടിക്കുമ്പോൾ അങ്ങോട്ട് പിടിച്ച് വലിക്കുക. ഇവിടെ സൈറ്റുകാരെയൊക്കെ ആകാംക്ഷയുടെ മുഴുമുനെ നിർത്തി കേട്ടോ ഈ പണി. ഇപ്പൊ പറഞ്ഞു വരും എന്നുള്ള പ്രതീക്ഷയിലാണ് അവര് നോക്കിയിരിക്കുന്നത്. നമ്മളമ്മാരി ഐറ്റം ഇവിടെ കാണിച്ചോണ്ടിരിക്കുന്നത്. പറഞ്ഞു പോന്നാ പോന്നു. ആരിപ്പ പോരും പറയണ നിൽക്കുന്നത്. ഇപ്പറേക്കുന്ന ഒരാഞ്ഞിലിക്കൂടെ വില പറയേണ്ടി വരും ഈ കുറ്റി പറിക്കുമ്പോ. അതുകൂടെ പറഞ്ഞു പോരും. എന്തായാലും നമുക്ക് നോക്കാം. ഇവിടുത്തെ കുറ്റിയെല്ലാം പറിച്ച് മോളിൽ കയറി വഴി ഫ്ലോപ്പാക്കി ഇറങ്ങി പോരും കേട്ടോ. വലിയൊരു റിസ്ക് വഴിയായിരുന്നു. റിസ്ക് വഴി എന്ന് പറഞ്ഞാൽ നമുക്ക് റിസ്ക് അല്ല, മെയിനായിട്ട് വഴി വൃത്തിയാവില്ല, അതാ വിഷയം. നല്ല നനവുണ്ട്. അതിൽ ഈ കുറ്റിയെല്ലാം പറിച്ചിട്ട് ഇവിടെ എല്ലാം കുഴിയായിപ്പോയി. ഇവിടെ ഇനി ഐസ് മണ്ണിട്ട് കൊടുത്താല് അതനുസരിച്ചുള്ള ഉറപ്പ് കിട്ടുമൊന്നുമില്ല. ഇത് ഉണങ്ങണം നല്ലപോലെ. ചേച്ചി ഇപ്പൊ മോളിൽ കയറിയിട്ട് ഇറങ്ങി പോകുന്ന നിരങ്ങിയൊരു പോക്ക് പോലത്തുള്ളൂ. അതുപോലെ ഇറക്കം അത്. ഇതൊരു താത്തി കൊടുക്കാനും പറ്റത്തില്ല കേട്ടോ. മുകളിലൊരു വഴിയുണ്ട്. ആ വഴിയിൽ നിന്ന് താഴത്തെ വഴിയിലേക്ക് ഒരു പറമ്പ് ക്രോസ് ചെയ്ത് ഇങ്ങോട്ട് ഇറങ്ങുന്നത് മാത്രമേ ഉള്ളൂ. ഇത് രണ്ട് സൈഡും താത്താൻ പറ്റത്തില്ല, പൊക്കാനും പറ്റത്തില്ല. ആ സൈഡ് മുകളിലത്തെ സൈഡ് താത്തി കഴിഞ്ഞാല് മറ്റേ റോഡ് പോകും. താഴെ കൊണ്ട് മണ്ണ് കൂട്ടിയിട്ടാ ഇവിടെ അങ്ങോട്ട് ഇറങ്ങി പോകുമല്ലോ. അങ്ങനെയുള്ള പല പല പ്രശ്നങ്ങളുണ്ട്. ഇപ്പൊ മണ്ണ പോലെ കുറച്ചാൾ കിടക്കണം. വേറൊരു വഴി വളഞ്ഞു വരുന്നുണ്ട്. അപ്പുറം സൈഡിൽ കൂടെ വേറൊരു വഴിയുണ്ട്. അത് അടയ്ക്കാൻ വേണ്ടിയാണ് സംഭവം ഇത് ചെയ്യുന്നത്. പക്ഷെ ഇതിപ്പോ ഉടനെ ഒന്നും അത് അടയ്ക്കാൻ പറ്റുമല്ലോ. ആ അവസ്ഥയിലാണ് ഇപ്പൊ കിടക്കുന്നത്. നനവാതി തിങ്കളാഴ്ച വരായിരുന്ന, തിങ്കളാഴ്ച പൂക്കിറ്റ് വരായിരുന്നു. ഇന്നലെ വരാമെന്ന് നോക്കി. ഇന്നലെ വന്നാലും ഒരു പരിപാടി നടക്കത്തില്ലായിരുന്നു കേട്ടോ. ഇന്ന് തന്നെ ചെളിയാ. അത് ഇന്നത്തെ കാര്യം പറയണം. ഇന്നലെ ഭയങ്കര മഴയായിരുന്നു ഈ ഏരിയയിലൊക്കെ. വണ്ടി ഇപ്പം താഴേക്ക് കുത്തി ഇറങ്ങാൻ പോലും പറ്റാത്ത അവസ്ഥയാ. അതുപോലെ വണ്ടി കുത്തിയാ നിൽക്കുന്നത്. ഞാനിപ്പം വണ്ടി ഇതാണ്ടോ അവിടെ ഇത്രയും പൊക്കി നിർത്തിയേക്കുമായിരുന്നു. കുത്തി നിർത്തിയിട്ട് പതുക്കെ വണ്ടി ഓടിച്ചിറക്കുമായിരുന്നു. കുത്തി ഇറക്കി കഴിഞ്ഞാൽ പിടിക്കാൻ നിൽക്കത്തില്ല. മൊത്തം ഇളകി കിടക്കുന്ന മണ്ണല്ലേ.
പിടിച്ചാൽ നിൽക്കത്തില്ലാത്തതിൻ്റെ അല്ല, നിന്നാലും നിന്നില്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷെ നമ്മളെ ചെയ്തു വന്ന പാവം പോവും, ഇളകി ലെവൽ ചെയ്ത് അത്ര പാവം പോവും. അതാ പ്രശ്നം. ആ കുറ്റി പറിച്ച പാവല്ല ക്ലിയർ ആയിട്ട് ഇറങ്ങിപ്പോയത് കേട്ടോ. നല്ല റബ്ബറൈസറിനോട് മാറി നിൽക്കുന്നത്. നല്ല തിളക്കം വേണ്ട, അമ്മാതിരി തിളക്കോ. വണ്ടി ഇറങ്ങി വരും. കയറി പോന്ന് ചോദിച്ചാ മഴയൊക്കെ മാറിയൊന്ന് ഉണങ്ങണം. നമ്മളെ പറ്റാല്ല കേട്ടോ. നമുക്ക് ചെയ്യാൻ പരമാവധി നമ്മുടെ ചെയ്യാൻ പറ്റുന്ന രീതി ചെയ്യുന്നുണ്ട്. പിന്നെ കയറി ഇറങ്ങി വരുമോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ വെച്ച് പാടാം. അമ്മാതിരി ചെളിയാണ് അവിടെ. ഇതിപ്പോ ഇങ്ങനെ കാണുമ്പം വലിയ ചെളിയൊന്നും തോന്നത്തില്ലേലും വണ്ടി കയറി കഴിയുമ്പോ ഇത് കാണുന്ന ചെളിയാവും. മഴ പെയ്ത് നനഞ്ഞു കിടക്കുക. 2-3 ദിവസം കാത്തിരുന്നു മഴ മാറുമെന്ന് നോക്കി. ഇന്നലെ മഴ പെയ്തില്ല, ഇന്നും മഴ പെയ്തില്ല. അതുകൊണ്ട് പോരാൻ പറഞ്ഞു. നമ്മൾ പോന്നു, വഴിവെട്ടി. നമ്മൾ സാധാരണ ചെയ്തവരെ ചെയ്തു. മഴയില്ല, ഇത്ര റിസ്ക് ഇല്ല. വണ്ടി ഓടിച്ചൊക്കെ ഉറപ്പിച്ചൊക്കെ കൊടുക്കായിരുന്നു. ഇപ്പൊ വണ്ടി മോളിൽ നിന്ന് കയറ്റി ഇറക്കി നോക്കും. എന്നിട്ട് മറ്റേ പഴയ വഴിയെ കയറി പോവാം. ഇതിന് എന്താണെങ്കിലും കയറി വരാം. മൊത്തം കുറ്റി പറിച്ച കുഴി അവിടെ, മതിയായ കുഴികൾ. അതുപോലെ ഇറക്കാതെ നേരത്തെ ചേട്ടൻ കമ്പേ കുത്തി അവിടെ കടന്നു പോയി. കയറ്റം കാരണം ഈ കയറ്റം കൊണ്ട് കുറയ്ക്കാനും പറ്റൂല. ഈ ഓളമാ, നമുക്കോളമാ. അവർക്ക് മഴ പെയ്യുമ്പോ ഇതിലും വലിയ ഓളമായിരിക്കും. വെള്ളം കയറിയിട്ട് എന്തായാലും നല്ലപോലെ ഇടിച്ചുറപ്പിച്ചൊക്കെയാ വരുന്നത് കേട്ടോ. വഴി എന്തായാലും നീറ്റായിട്ട് പഴിയുന്നുള്ളൂ. വണ്ടി കയറുമല്ല എന്നുള്ളതല്ല ഇപ്പോഴത്തെ വിഷയം. വഴി നീറ്റാക്കി നോക്കുക. ഉണങ്ങി കഴിയുമ്പോൾ വണ്ടി പാഞ്ഞ് കയറുക. അതില് അതിന്മേലെയുള്ള പരിപാടിയാണ് ഇപ്പം ചെയ്തോണ്ടിരിക്കുന്നത്. ഞാൻ നേരത്തെ വന്ന JCB പിടിച്ച് കിട്ടിയില്ല, താഴ്ത്തു പോയാൽ കുഴപ്പമില്ല എന്ന് പറയാൻ ഒരു കാരണമുണ്ട് കേട്ടോ. ഞാൻ അത് വേറെ ഒന്നും ഉദ്ദേശിച്ചോണ്ട് പറഞ്ഞല്ല. ഇവിടെ മൊത്തം റബ്ബർ തോട്ടമാണ്. ഇവിടെ വേറെ വീടുകളോ ആളുകളോ ഒന്നുമില്ല കേട്ടോ. പിന്നെ JCB താഴേക്ക് ഇറങ്ങിപ്പോയാലും ഒരു ഒന്നുമില്ല. 10 മീറ്റർ കൂടുതലൊന്നും ഉരുട്ട് പോകത്തില്ല. അതിന് മുന്നേ പിടിഞ്ഞ് കഴിഞ്ഞു എവിടെയെങ്കിലും തട്ടി കൊടുക്കും. അതുപോലെ ഇവിടെ മൊത്തം മരങ്ങൾ മാത്രമേ ഉള്ളൂ. വീടുകളോ ആളുകളോ ഒന്നും ഇല്ലാത്ത സ്ഥലം കേട്ടോ. അതുകൊണ്ടാട്ടോ അങ്ങനെ പറഞ്ഞേ. അല്ല എനിക്ക് ടൗൺ മൈൻഡ് ആയതുകൊണ്ടൊന്നും അല്ല കേട്ടോ. ഈ വണ്ടി ഉരുണ്ട് പോയിട്ട് അതിലേ പോയാലും കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞാൽ വണ്ടി അതിലേ വിടാൻ വേണ്ടിയല്ല ഉദ്ദേശിച്ചത് കേട്ടോ. ഇത് മണ്ണാണ്. നമ്മൾ എവിടെ വേണേലും പിടിച്ചാൽ നിൽക്കും. JCB നിരങ്ങിയാലും എവിടെ പോയാലും പിടിച്ചാൽ നിൽക്കും എന്നുള്ള ഉറപ്പുണ്ട്. പിന്നെ മരങ്ങളുണ്ട് ഇഷ്ടം പോലെ, എവിടെയും തട്ടി നിൽക്കും. വണ്ടി ഞാൻ സേഫാ. അതുകൊണ്ടാട്ടോ ഞാൻ അങ്ങനെ പറഞ്ഞത്. പിന്നെ ആദ്യമായിട്ട് കാണുന്നവരും അല്ലെങ്കിൽ ഇതുമായിട്ട് ബന്ധമില്ലാത്ത ആൾക്കാർ കാണുന്നവരും ഓർക്കും അങ്ങനെ പറഞ്ഞ് വണ്ടി നശിപ്പിക്കാനുള്ള പരിപാടി അല്ലെ, വണ്ടി ഏലും കൊണ്ട് ചാടിക്കും എന്നൊന്നും പറഞ്ഞേക്കില്ല കേട്ടോ. സംഭവം വണ്ടി ഓടിക്കുന്നവർക്കറിയാം. ഏതിറക്കമാണല്ലേ എവിടെ പോയി ഇറങ്ങിയാലും വണ്ടി പിടിച്ചാൽ നിൽക്കുന്നു. പിന്നെ കോൺക്രീറ്റ് റോഡോ വീടുകളൊക്കെ ഉള്ളിടത്തേക്കാണ് നമുക്ക് കുറച്ചുകൂടെ പേടിയും റിസ്ക്കും വരും കേട്ടോ. ഇറങ്ങിപ്പോയ വല്ല വീടിൻ്റെ മുകളിലേക്ക് കയറിയാലോ അല്ലെങ്കിൽ ആൾക്കാരൊക്കെ ഉള്ള സ്ഥലമൊക്കെ ആണെങ്കിലും ഉള്ളു പേടി. ഇങ്ങനെയുള്ള സ്ഥലത്തൊന്നും നമുക്ക് യാതൊരു പേടിയില്ല കേട്ടോ. പേടിക്കേണ്ട ആവശ്യമില്ല എന്നുള്ള ഉറപ്പുണ്ട്. അതുകൊണ്ടോ അല്ല വേറെ ഒന്നും വിചാരിക്കരുത് കേട്ടോ. ഇവിടുത്തെ വഴിവിട്ട് കഴിഞ്ഞു കേട്ടോ. വഴിവിട്ട് കഴിഞ്ഞെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഈ ഭാഗം കഴിഞ്ഞു. ഈ താഴെ കുറച്ച് വർക്കൂടെ ഉണ്ട്. എന്നാലും ഉദ്ദേശമല്ല കേട്ടോ. അടിപൊളിയായിട്ട് വഴി സൂപ്പർ വഴിയാ. വണ്ടി പറന്ന് വരും, പറന്നോ. അടിപൊളി വഴിയായി. താഴെ കുറച്ച് വർക്കുണ്ട്. താഴോട്ട് പോയി നോക്കട്ടെ. അവിടെ ആള് നിൽപ്പുണ്ട്. എന്നാ പരിപാടിയൊന്നും അറിയില്ല. ആൾക്കാരൊക്കെ താഴെ നിൽപ്പുണ്ട്. അവിടെ മെല്ലെ അങ്ങോട്ട് ഇറങ്ങിപ്പോ. ഇവിടെ വണ്ടി നിൽക്കത്തില്ല ഈ വഴിക്ക്. ഈ വഴി ഞാൻ പറ്റിയ വഴിയല്ല. നനവായിട്ട് നനഞ്ഞ് പുല്ലും കയറി കിടക്കുന്നുണ്ട്. ചവിട്ടാതെ തന്നെ വണ്ടി നനഞ്ഞ് അങ്ങ് പോവാം. ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. നിങ്ങൾ ആദ്യം തന്നെ ഒന്ന് ചെയ്തേക്കാം. ആദ്യമായിട്ട് കാണുന്നവരാണെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നേരത്തെ കണ്ടിട്ടുള്ളവരാണ് ഈ ചാനലൊന്ന് ലൈക്ക് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കണേ. ആദ്യം തന്നെ ലൈക്ക് ചെയ്തു ഒരു സപ്പോർട്ട് ആയിക്കോട്ടെ. ഓക്കെ,
കുറേ ദിവസം കൂടി പണിക്ക് വരുന്നത് അതുകൊണ്ടാട്ടോ. അവിടെ ഇച്ചിരി വള്ളിക്കെട്ട് കേസാണ്. വള്ളിക്കെട്ട് കേസ് എന്ന് പറയാൻ കാരണം അവിടെ വണ്ടി ഇറങ്ങിപ്പോകാനുള്ള വീതിയും കാര്യങ്ങളൊന്നും ഇടുന്നു. പേര് ചെല്ലുമെന്ന് തന്നെ മനസ്സിലാവും. ഭയങ്കര കയറ്റമാണ്. ഇന്ന് അനഞ്ഞ് പറഞ്ഞ് കിടക്കുന്നിടത്ത് അതെടുക്കുന്ന ഞാൻ അടുത്ത വീഡിയോ കാണിക്കാം. എന്നാന്ന് വെച്ചാൽ അതിപ്പോൾ എടുത്തു കഴിഞ്ഞാൽ ഒത്തിരി മണിക്കൂറായി പോകും. അതുകൊണ്ട് അടുത്ത വീഡിയോ കാണിക്കാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.